നമസ്കാരം. ബിഗ് 18 ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ മുൻ മേയറും കൊച്ചിക്കാരുടെ പ്രിയങ്കരനുമായ സോഹൻ ചേട്ടനാണ്. നമുക്ക് സോഹൻ ചേട്ടനോട് ചോദിച്ചറിയേണ്ടത് ഇന്ന് കൊച്ചി നേരിടുന്ന ശുദ്ധജലക്ഷാമം, ഇന്നല്ല ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള ക്ഷാമം. ഈ കൊച്ചിയുടെ ചുറ്റിനുമുള്ളത് കായലും കടലും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പരിഹാരം, അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കുറിച്ചാണ് നമുക്ക് സോഹൻ ചേട്ടനോട് ചോദിച്ചറിയേണ്ടത്. അപ്പോൾ സോഹൻ ചേട്ടാ, സ്വാഗതം. നമ്മുടെ പ്രശ്നം പൈപ്പുകളുടെ പ്രശ്നമാണ്. ഈ പൈപ്പുകൾ നമുക്ക് ഇട്ടിട്ടുള്ള പൈപ്പുകളുടെ ഗുണനിലവാരം കുറഞ്ഞിട്ടോ എന്താണ് നമുക്ക് വെള്ളം കിട്ടാത്തത്? നമുക്കിവിടെ വെള്ളമുണ്ട്, ഈ പറയുന്ന ടാങ്കുകൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഇവിടെ ഒത്തിരി ടാങ്കുകളും ഉണ്ട്, വലുത് മുതൽ ചെറുത് വരെ ഒത്തിരി ടാങ്കുകളും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് ഈ വെള്ളം ജനങ്ങളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടിട്ടാണെന്നുള്ളത്? ഇതില് ഈ 2-3 കാര്യമുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമ്മൾക്ക് ഞാൻ പറഞ്ഞ 5 ഘടകങ്ങളെന്ന് പറഞ്ഞ കുമ്പളം, മരട്, കുമ്പളങ്ങി, ചെല്ലാനം, പശ്ചിമകൊച്ചി, അതിന് ഈ 100 ml മരട് വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തന്നാൽ മതി. ആ വെള്ളം മുഴുവൻ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എറണാകുളത്തേക്കാണ് ആ വെള്ളം പോകണം. നമ്മൾക്ക് തരേണ്ട വെള്ളം ചെല്ലാനത്തിന് എല്ലാ ദിവസവും 70 ലക്ഷം ലിറ്റർ എല്ലാ ദിവസവും കൊടുക്കണം. ആ 70 ലക്ഷം ലിറ്റർ പോയിട്ട് അവിടെ ഒരു 10 ലക്ഷം ലിറ്റർ കൊടുക്കൊണ്ടാന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ ഇത് ആർക്കും മോണിറ്റർ ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നമുണ്ട്. എത്ര വെള്ളമാണ് അവര് പറയുന്നത് ടാങ്കിൽ വെള്ളം വന്നിട്ടുണ്ട്, നമുക്കൊന്നും കാണാൻ സാധിക്കില്ല എത്ര വെള്ളം. അപ്പൊ അതിനൊരു പരിഹാരം എല്ലായിടത്തും ചെയ്യുന്നത് എന്താ വെച്ചാൽ, അതിന് നമ്മളുടെ വീട്ടിൽ വെള്ളം വരുന്നതിന് ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര വെള്ളം വന്ന് നമുക്കറിയാൻ സാധിക്കും. അതിപ്പോ ഡിജിറ്റലായിട്ട് പുതിയ മീറ്റർ, അതിന് ഫ്ലോ മീറ്റർ എന്നാ പറഞ്ഞു, വലിയ ഫ്ലോ മീറ്റർ കിട്ടും. ആ പൈപ്പിന്റെ ഇതനുസരിച്ച് ഉള്ള ഫ്ലോ മീറ്റർ ഒരു 1-2 ലക്ഷം രൂപ വരും ചിലപ്പോൾ അതിന്. ആ ഫ്ലോ മീറ്ററാണ് പുതിയതായിട്ട് നമ്മൾ വെച്ചാൽ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിനകത്ത് എത്ര വെള്ളം പമ്പ് ചെയ്യാനുണ്ടെന്നുള്ളത്, അത് ഇങ്ങോട്ട് വരുന്ന വെള്ളവും നമുക്ക് പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളത്തിനും ഫ്ലോ മീറ്റർ വെക്കാം. ഇത് വെച്ചാൽ എത്ര വെള്ളം വരുന്നുണ്ടെന്ന് ജനപ്രതിനിധികളൊക്കെ, പഞ്ചായത്ത് പ്രസിഡന്റോ മേയറോ കൗൺസിലർമാർക്ക് എല്ലാ ദിവസവും കിട്ടും. ഇത്ര ലക്ഷം ലിറ്റർ ഞങ്ങളുടെ വന്നിട്ടുണ്ട്. അത് വരുമ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിക്കാർക്ക് ഈ വെള്ളം കൊടുക്കാൻ നിർബന്ധിതരാകും. അപ്പൊ ഇത് എവിടെയാണ് ഈ മീറ്റർ? ഇത് ഈ ടാങ്ക് വെക്കുന്നിടത്ത്, ടാങ്കിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്ന പൈപ്പിന്റെ അവിടെ വെക്കും, പുറത്തേക്ക്. സോഹൻ ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ ഫ്ലോ മീറ്ററിനെ കുറിച്ച്. എന്താണ് അത് സംഭവം, അതിന്റെ പ്രവർത്തനം, അതിന്റെ ഗുണങ്ങള്, അതെന്തിനാണ് വെക്കുന്നത്? ഇതേക്കുറിച്ച് ഇപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതേക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നതിന് അത് അളക്കുന്നതിനൊരു മീറ്റർ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമുക്ക് ബില്ല് തന്നത്. അതെല്ലാ കമ്പനികളും വലിയ വ്യവസായങ്ങൾക്കെല്ലാം വലിയ പൈപ്പാണ് പോണത്. അപ്പൊ അതിന് വലിയ ഫ്ലോ മീറ്റർ വെക്കും. അതിപ്പോ സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് അതിന്റെ ഡിജിറ്റലായിട്ടുള്ള ഫ്ലോ മീറ്റർ വെക്കാൻ സാധിക്കും. അപ്പൊ എത്ര വെള്ളമാണ് പമ്പ് ചെയ്യണം എന്നുള്ളത് അത് വലിയ മറ്റ് നഗരങ്ങളിലൊക്കെ ചെന്നാൽ അവര് ദൂരം, കൊച്ചിയിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ വെള്ളമുണ്ട്. നമ്മൾ അതേസമയം ബോംബെയിലൊക്കെ ചെന്നാൽ 100 കിലോമീറ്റർ ദൂരന്നൊക്കെ വെള്ളം വന്നത്. അതായത് ഇവിടുന്ന് ആലപ്പുഴ, കൊല്ലത്തുനിന്ന് ആണ് ഇവിടെ പൈപ്പിൽ വെള്ളം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ വിശാഖപട്ടണത്തിൽ ചെന്നൈയിലെ 200 കിലോമീറ്റർ ദൂരം നിന്നൊക്കെ വെള്ളം വരുന്നത്, കാവേരിയിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്. നമുക്ക് വാദിക്കെ തന്നെ, എല്ലാ കേരളത്തിലും മുഴുവൻ വാദിക്കെ തന്നെ 44 നദികളുള്ള സ്ഥലങ്ങൾ, എല്ലായിടത്തും സോഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഫ്ലോ മീറ്റർ എല്ലാ സ്ഥലത്തേലും ഒരു ഡിജിറ്റൽ ഫ്ലോ മീറ്റർ വെച്ചിട്ട് ഇത് ചെയ്യുന്ന റേഡിയോ ലിങ്ക് ചെയ്തേക്കണേ. ഇപ്പം എത്ര വെള്ളം വരുന്നുണ്ടെന്ന് ഓരോ സ്ഥലത്തു നിന്ന് തന്നെ അറിയാം. 100 കിലോമീറ്ററിനുള്ളിൽ 10 കിലോമീറ്റർ കഴിയുമ്പോൾ സിഗ്നൽ കിട്ടൂടാ നമ്മൾ ഇത്രയും വെള്ളം വരുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ മീറ്ററിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വെള്ളം എത്ര പമ്പ് ചെയ്യാണ്, നമ്മുടെ ടാങ്കിലേക്ക് എത്ര വന്ന്, ടാങ്കിൽ നിന്ന് എത്ര ഇറങ്ങിപ്പോണം എന്നുള്ളത് രണ്ടും നമുക്ക് വിവരം നമ്മുടെ മൊബൈൽ ഫോണിൽ കിട്ടും. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, ജനപ്രതിനിധികൾക്ക് കിട്ടിയാലും മതി. അപ്പൊ തന്നെ വെള്ളം തരേണ്ട ആളുകൾ ബാധ്യസ്ഥരായി. അവർക്കറിയാതെ ഇന്ന് ഇത്ര വെള്ളമേ പമ്പ് ചെയ്തിട്ടുള്ളൂ, പറ്റിക്കാൻ സാധിക്കില്ല. നമ്മുടെ ചെല്ലാനത്ത് ജനപ്രതിനിധികളെല്ലാം സമരം ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റി പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും ഇത്ര വെള്ളം പമ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എത്ര വെള്ളം ഉണ്ടാവൂലല്ലോ. ഇപ്പൊ ഇവരാൻ കുറ്റം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ നിന്നെങ്കിലും ഇത് എടുത്തുകൊണ്ട് വരാൻ സാധിക്കില്ല. അപ്പൊ അവരുള്ള കാര്യങ്ങൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അതൊക്കെ പറയും. പക്ഷെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായി കഴിയുമ്പോൾ ആ വെള്ളം നമുക്ക് കിട്ടണുണ്ടെന്ന് നമ്മൾക്ക് ഉറപ്പുവരുത്താനായിട്ട് ഈ ഡിജിറ്റൽ മീറ്റർ വെച്ചാൽ അപ്പൊ അത് എല്ലാ ടാങ്കുകളെയും ബേസ് ചെയ്ത് വെക്കണം, എല്ലായിടത്തും വേണേ വെക്കാം.
എല്ലായിടത്തും വെച്ചാൽ ഇവിടെ എത്ര വെള്ളം വരുന്നുണ്ടെന്ന് ഇവിടെയും കിട്ടും. അതെ. ഈ ടാങ്കിൽ വെള്ളം വരുന്നെന്ന് പറഞ്ഞാലേ ഇതിന് ശുദ്ധജലത്തിന് ഗവൺമെന്റിന്റെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മാനദണ്ഡമുണ്ട്, ഒരു മാനുവലുണ്ട്. എങ്ങനെയായിരിക്കണം ശുദ്ധജലം, അതിന്റെ നിലവാരം എന്തായിരിക്കണം, അതെ. അതിന്റെ ശുദ്ധി എന്തുമാത്രം ഉണ്ടാവണം, എങ്ങനെ ശുദ്ധീകരിക്കണം, എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നുണ്ട്. പിന്നെ ഇതിന് എങ്ങനെ പൈപ്പ്, ഏതെല്ലാം തരത്തിലുള്ള പൈപ്പിലൂടെ ഇത് പമ്പ് ചെയ്യണം, ഇത് എന്തെല്ലാം പൈപ്പിനുള്ള ഈവൻ അതിന്റെ ബെൻഡെല്ലാം എങ്ങനെ ഇരിക്കണമെന്ന് വരെ ആ മാനുവലിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. വലിയൊരു സാധനമാണ്. സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറയും, CPHEO, അവരുടെ സൈറ്റിൽ ഇതെല്ലാം ഉണ്ട്. ഈ മാനുവൽ അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് തരത്തിലുള്ള വെള്ളമായിരിക്കണം നമ്മൾ ശുദ്ധീകരിക്കേണ്ടതെന്ന് വരെ അതിൻ്റെ അതുണ്ട്. അപ്പൊ ആ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ 2ാം നിലക്ക് മേലില് വെള്ളം എത്തണം, ഒരു മോട്ടറും ഇല്ലാതെ. അതെ. അതിനാണ് ഇത്രയും പൊക്കത്തിൽ ടാങ്ക് വെച്ചിട്ട് അവിടെ വെള്ളം വന്ന് നിൽക്കുമ്പോൾ. അപ്പൊ ആലുവയിലെ 3 നിരപ്പ് കുറെ കൂടെ ഉയരമായതുകൊണ്ട് അവിടെ നിന്ന് ഫ്ലോ ചെയ്ത് ഇങ്ങനെ വന്നോളൂ ഈ വെള്ളം. അപ്പൊ ഏതാണ്ട് ഈ ടാങ്കിൽ വന്ന് കയറി കിടക്കാൻ വേണ്ടും അങ്ങനെയൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ വലിയ ടാങ്കിൽ ഇപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലിരിക്കുന്ന ടാങ്കോ അല്ലെ ചക്കരടുക്കിലിരിക്കുന്ന ടാങ്കോ, നമുക്കിവിടെ 5 ടാങ്കുകളും ചെല്ലാനത്തും വലിയ വടുക്കൂറ്റൻ ടാങ്കും ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നാൽ നമ്മളുടെ വീടിന്റെ മുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കൊള്ളും. അതിൽ തന്നെ നമുക്ക് വീടുകളിലുള്ള പമ്പ് ഒരുപാട് ഇലക്ട്രിസിറ്റി ലാഭിക്കാം നമുക്ക്. ആ ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ നഷ്ടം സഹിച്ച് നമുക്ക് സബ്സിഡൈസ് ചെയ്ത് തന്നെ ഇലക്ട്രിസിറ്റിയാണ്. അത് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ശരിയായിട്ട് ഈ സംവിധാനം വർക്ക് ചെയ്യണേ. അത് വർക്ക് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ടാങ്കുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ വെള്ളം വരാത്ത കൊണ്ട് പിന്നെ ടാങ്ക് വെറുതെ ഇരിക്കണേ. മാനദണ്ഡം അനുസരിച്ചല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതനുസരിച്ചുള്ള വെള്ളം വരുന്നില്ല. ബാലൻസിങ് ടാങ്കുകൾ എന്നാ പറഞ്ഞത്. പ്രഷർ, പൈപ്പിൽ പ്രഷർ വരുവേ, പ്രഷർ അങ്ങോട്ട് കൂടിയാൽ പൈപ്പ് പൊട്ടും. അപ്പൊ അത് രാത്രിയൊക്കെ നമ്മൾ ആരും വീട്ടിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. 24 മണിക്കൂറും പമ്പ് ചെയ്യുമെന്നാണ് അതിന്റെ കണക്ക്. അങ്ങനെ വരുമ്പോൾ ഈ പ്രഷർ പൈപ്പിൽ കൂടുമ്പോൾ വെള്ളം ഉയർന്ന് മുകളിൽ ചെന്ന് ടാങ്കിൽ കിടക്കും. കാലത്ത് നമ്മളൊരു 4:30-5 മണി മുതൽ അങ്ങോട്ട് വെള്ളം എടുക്കാൻ തുടങ്ങുമ്പോൾ പൈപ്പിലെ വെള്ളം പോരാതെ വരുമ്പോൾ ഈ ടാങ്കിലെ വെള്ളം ഇറങ്ങി വന്ന് പൈപ്പിലെ പ്രഷർ ഈക്വലൈസ് ചെയ്യും. ഇതാണ് ഇതിന്റെ സംവിധാനം. അതിനാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. പക്ഷെ വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അത് എന്തുകൊണ്ടാണ് ഈ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകണം. അപ്പൊ ശുദ്ധീകരിക്കണ വെള്ളം 55% ലീക്കായി പോണ ഒരു കഥ ഒരാളും കേട്ടിട്ടുണ്ടാവില്ല. ഇത് അപ്പൊ പൈപ്പുകൾ പഴയതായിട്ടുണ്ട്. ആ പൈപ്പുകൾ മാറ്റിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമാണ്. ഇപ്പൊ പൈപ്പ് എവിടെ കിടക്കണമെന്ന് അറിയണ്ടേ? അതിനുള്ള റെക്കോർഡ് പോലും നമ്മുടെ കയ്യിൽ കാര്യമായിട്ടില്ല. പൈപ്പ് GIS ചെയ്യണമെന്നാണ് അതിന് പറഞ്ഞത്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഓരോ റോഡിലുള്ള പൈപ്പിന് ഇപ്പൊ 4 ഇഞ്ച് പൈപ്പുള്ള അടുത്തൊരു കറുത്ത വര നമ്മൾ കമ്പ്യൂട്ടറിൽ കുത്തുമ്പോൾ കാണാം. 4 ഇഞ്ച് പൈപ്പ് എവിടെയൊക്കെയാണ് കിടക്കുന്നത്. 6 ഇഞ്ച് പൈപ്പ് പോണെടുത്ത് ചുമന്ന വര, പിന്നെ 10 ഇഞ്ച് പൈപ്പ് പോണെടുത്ത് മഞ്ഞ വര. ഇതിനൊക്കെ കളർ കോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ആ കമ്പ്യൂട്ടറിൽ ഇത് കുത്തിക്കഴിഞ്ഞാൽ ഈ എല്ലാ തരം എവിടെയെല്ലാം റോഡിൽ എവിടെയൊക്കെ പൈപ്പ് കിടപ്പുണ്ട്, എവിടെയൊക്കെയാണ് പബ്ലിക് ടാപ്പ് ഇരിക്കണത്, ഏതെല്ലാം വീട്ടിലേക്ക് എന്തെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ വീട്ടിൽ അവിടെയുള്ള ഹോട്ടലുകൾക്ക് എത്ര വെള്ളത്തിനുള്ള വലിയ അതിന് കൂടുതൽ കണക്ഷൻ, ഇതൊക്കെ വേറെ വേറെ കളറിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ നിർഭാഗ്യവശാലും മുഴുവൻ GIS ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ തരത്തിലൊന്നും നമ്മൾ കുറെ കാലമായിട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തിന് അതിലൊന്നും നമുക്ക് പ്രാധാന്യമില്ല. നമ്മളവിടെ ഇപ്പം വലിയ ഹൈസ്പീഡിൽ ഇവിടെ നിന്ന് കാസർഗോഡ് എത്താൻ റെയിൽവേ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തില് നമ്മൾ ഈ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് ഫ്ലോ മീറ്റർ വെക്കണം. ഫ്ലോ മീറ്റർ വെക്കുമ്പോൾ ഇതിന് കാശ് 1-2 ലക്ഷം രൂപ കൊടുത്താൽ മതി. അതൊന്നെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കുക, MLA ഫണ്ടിൽ നിന്ന് കൊടുക്കുക, ഒരുപാട് വഴിയുണ്ട് പെട്ടെന്ന്. പക്ഷെ നമുക്ക് സംവിധാനങ്ങളുടെ പുറത്ത് നിയന്ത്രണം കിട്ടും. നമ്മളൊരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും പോയി പൈപ്പിൽ വെള്ളം വരണ്ടാന്ന് നോക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് പമ്പിങ്ങും സമയവും കാര്യവും എല്ലാം നമുക്ക് ഈ ഫ്ലോ മീറ്ററിൽ കൂടെ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമ്മുടെ നയം മാറ്റാനും തീരുമാനങ്ങൾ എടുക്കാനും ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ശുദ്ധജലം പോലെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാനുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡ് കുറെ കൂടെ നന്നായിട്ട് ഇലക്ട്രിസിറ്റി റെഗുലേറ്റ് ചെയ്ത് വിടുന്നതിനുള്ള സംവിധാനമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ നമുക്ക് വാട്ടർ ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം. അത് കുടിക്കാനുള്ള നമ്മുടെ വെള്ളത്തിന്റെ ഒരു കാര്യം. മറ്റ് വ്യവസായങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റം ഉണ്ടാക്കും. തീരദേശം മുഴുവൻ ശുദ്ധജലം വരാൻ തുടങ്ങിയ തീരദേശത്ത് ഇപ്പൊ മത്സ്യം സംസ്കരിക്കുക എന്നുള്ളത്, മത്സ്യം ഇപ്പൊ നമ്മുടെ നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകണമെന്ന് ഒരു സംസ്കരണവും ഇല്ല. ആ മത്സ്യം സംസ്കരിച്ച് അതുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ മീൻ പൊരിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ മീനിന്റെ കറി റെഡി ടു ഫ്രൈ, റെഡി ടു കുക്ക് എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ അത് പാക്കറ്റിൽ ഒരു ഇവിടെയൊക്കെ ചിലപ്പോൾ ചിലയിടത്തൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അത് ഇവിടെ ചെയ്യാൻ സാധിക്കാത്തത് ശുദ്ധജലം ലഭ്യമല്ല. അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൽ ചെയ്താൽ അത്
പ്രശ്നവും. അതെ. അപ്പൊ അതുകൊണ്ട് ശുദ്ധജലം ലഭ്യമാണെങ്കിൽ ഈ തീരദേശത്ത് മുഴുവൻ ഒരുപാട് പേര് വീട്ടിലിരുന്ന് കുടിൽ വ്യവസായം പോലെ ജോലിയെടുക്കുകയും ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ടാങ്കറിൽ വെള്ളം കൊണ്ടൊന്നും മുതലാവൂല. ഉം. അപ്പൊ 1000 ലിറ്ററിന് നേരെ 100 രൂപയിലും മേലെ പോകും. അതെ. പൈപ്പിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ 1000 ലിറ്ററിന് നമുക്ക് ഇപ്പൊ വ്യവസായ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 140 രൂപക്ക് നമുക്ക് 1000 ലിറ്ററിന് കിട്ടും. അല്ലെങ്കിൽ ഒരു 120 രൂപ ആവറേജ് വെച്ചിട്ട് നമുക്ക് കിട്ടും. പൈപ്പിൽ നമ്മൾ ഓണാക്കി എടുത്ത വ്യവസായ കണക്ഷൻ ആണെങ്കിൽ, ഗാർഹിക കണക്ഷൻ ആണെങ്കിൽ നമുക്ക് അത് 15 രൂപക്ക് കിട്ടും. 1000 ലിറ്റർ വെള്ളം 15 രൂപക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിന് 1.5 പൈസയാണ് ഈ പറയണത്. 1.5 പൈസക്ക് തരണ വെള്ളം. അപ്പൊ ആ വെള്ളം ഇപ്പൊ കിട്ടാത്തത് കൊണ്ട് എന്താ നമ്മൾ ചെയ്യണത്? ഇത്തിരി കാശുള്ളവർ മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി 20 ലിറ്ററിന്റെ നമ്മുടെ ജാറിലെ വെള്ളം വാങ്ങിയിട്ടാണ് എല്ലാവരും കുടിക്കുന്നത്. അപ്പൊ എന്തായി? 20 ലിറ്ററിന് 60 രൂപയാണ്. അപ്പൊ 1 ലിറ്ററിന് 3 രൂപയില്ലേ? അപ്പൊ ഈ 1.5 പൈസയുടെ വെള്ളമാണ് ഈ 3 രൂപയാണത്. ഇതൊക്കെ കണക്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പരീക്ഷ തോറ്റു പോകും. എന്നുവെച്ചാൽ 1 ലിറ്ററിന് 1.5 പൈസ, 20 ലിറ്ററിന് എന്ന് പറയുമ്പോൾ 60 രൂപ എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാവൂല. ഇത് ഈ വെള്ളം തന്നെയാണ് ടാങ്കറിൽ വരുമ്പോൾ 100 രൂപ ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശമുണ്ട്. ഇതിൻ്റെ അത് ബിസിനസ് മോഡലിംഗ് ഉണ്ട്. ആ ബിസിനസ് മോഡലിംഗിൽ എടുക്കുമ്പോൾ ക്ഷാമം ഉണ്ടാക്കിയാലേ ഈ 3 രൂപയുടെ വെള്ളം ചിലവാകുള്ളൂ. അപ്പം ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കണത്. ശുദ്ധജലം എത്തിക്കുക എന്നുള്ളതിൻ്റെ ഗവൺമെന്റിന്റെ കർത്തവ്യം, ഫസ്റ്റ് പ്രിഫറൻസ്, ഏറ്റവും എളുപ്പത്തിൽ കേരളത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അതില് കേരളത്തിൽ ചെയ്യാൻ സാധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യണമെന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. വളരെ രസമാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ. ഞാൻ ഒരു ചെറിയ ഇന്റർവ്യൂ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം നമുക്ക്. പിന്നെ പല നഗരങ്ങളിലും, നഗരസഭകളാണ് ഇന്ത്യയിലും ഭൂരിപക്ഷം സ്ഥലത്തും വെള്ളം എത്തിക്കുന്നത്. അതിൽ ഒറീസയാണ് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിലവാരത്തിൽ നിൽക്കുന്ന കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ, ശുദ്ധജലത്തിൻ്റെ കാര്യത്തിൽ. ഒറീസയിൽ 11 നഗരങ്ങളിൽ 24 മണിക്കൂറും പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടും. ആ പൈപ്പിലെ വെള്ളം നമുക്ക് കുടിക്കാം. കുടിക്കാവുന്ന ക്വാളിറ്റിയിലെ വെള്ളം 24 മണിക്കൂർ. അത് ഭുവനേശ്വർ ആയാലും മറ്റേ പുരി ആയാലും, അതുപോലെ നമ്മൾ വളരെ പിന്നോക്കം എന്നൊക്കെ പറയുന്ന ചെറിയ നഗരങ്ങളിൽ വരെ ഒറീസക്കാരൊക്കെ ഇവിടെ നിന്ന് അന്യ സംസ്ഥാന ജോലി എടുക്കുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പറയാറുണ്ട് പിന്നോക്കം. പക്ഷെ അവിടെ 11 നഗരങ്ങളിലും 24/7 എന്നാ പറഞ്ഞത്, 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പൈപ്പിൽ നിന്ന് കുടിക്കാവുന്ന വെള്ളമാണ്. ഇപ്പൊ അവർ യൂണിവേഴ്സിലാക്കാൻ പോയി. അതുകൊണ്ട് എന്താ ഗുണം? കുപ്പി തന്നെ, കുടിവെള്ളത്തിന്റെ കുപ്പി നമ്മളിപ്പോ ഇവിടുന്ന് 1 ലിറ്ററിന്റെ വാങ്ങിക്കൊണ്ട് നടക്കൂലേ ടൂറിസ്റ്റുകളൊക്കെ? അത് കോടിക്കണക്കിന് കുപ്പിയാണ് അവിടെ ലാഭിക്കുന്നത്. ആ പരിപാടി ഇല്ല. ഈ കന്നാസിൽ വെള്ളം കൊണ്ടുവരുന്ന നടക്കലും ഒരു പരിപാടിയില്ല ഇവിടെ. എല്ലാം തീർന്നു. അവര് 11 നഗരങ്ങളിൽ അവര് വെള്ളം കൊടുക്കുന്നത് 1000 ലിറ്ററിന് 6 രൂപ 19 പൈസക്കാണ്. അതായത് 6 പൈസക്ക് 1 ലിറ്റർ കൊടുക്കുന്നുണ്ട് അവരവിടെ, ഇത്ര ഉണ്ടാക്കിയിട്ട്. വ്യവസായ വെള്ളത്തിനും മറ്റേനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേറെ കാശ്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും നമുക്ക് കപ്പലുകളെല്ലാം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളുടെ വെള്ളത്തിന് ലോക നിലവാരമുണ്ട്. കപ്പലിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനൊരു നിലവാരമുണ്ട്. ലോയ്ഡ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. കൊച്ചിയിലെ വെള്ളം ആ നിലവാരമുള്ളതാണ്, സോഫ്റ്റ് വാട്ടറാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കപ്പലുകളും ഒരുപാട് വെള്ളം എടുക്കും. അവരെടുക്കുന്നതിന് നമുക്ക് വിദേശ നാണയത്തിലെ കാശ് കിട്ടുന്നു. ഭയങ്കര. നമ്മൾ ഇവിടെ ഈ 1000 ലിറ്ററിന്റെ 10 രൂപ 15 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 250 രൂപ ആയിരിക്കും, അല്ല 500 രൂപ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കും. ഇത് നമുക്ക് വില കുറച്ച് തരും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള ഇന്ത്യയിൽ തന്നെ ഒരുപാട് തരത്തിൽ പാഠങ്ങൾ നമുക്ക് പഠിക്കാം. മറ്റു നഗരങ്ങളിൽ പോയാൽ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാം, ആ പരിഹാരങ്ങൾ നമ്മൾ അവിടെ ചെയ്താൽ മതി. ഇതിനുള്ള കാശ് മുഴുവൻ പരിഹാരം കാണുന്നില്ലല്ലോ. ഇവിടെ പോയി പഠിക്കല് മാത്രമേ ഉള്ളൂ. ചെയ്യണം. നമ്മൾ ചെയ്യണം. ഇവിടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഭരണാധികാരികളോട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി നമുക്ക് വെള്ളം കിട്ടണം. വെറുതെ പരാതി പറഞ്ഞ് നടക്കുന്ന ഒരു ജനത ഉണ്ടായിട്ട് കാര്യമില്ല. പരിഹാരങ്ങൾ തേടുന്ന ഒരു ജനതക്ക് മാത്രമേ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് നമുക്ക് നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ പരിഹാരങ്ങളാണ് വേണ്ടതെന്ന് നമ്മളെല്ലാവരും ഒരു ധാരണയിലെത്തണം. ഇപ്പൊ നമ്മളെല്ലാവരും പലരും കാട് കയറി പൈപ്പ് വന്നാക്കണമെന്ന് ഇപ്പോൾ ഒരാൾ ഒരു ടാങ്ക് പണിയാണ്. ഇപ്പൊ നമുക്കൊരു ടാങ്ക് പുതിയതായിട്ട് പണിതിരിക്കുന്നത് നമ്മുടെ കരുവേലിപ്പടി വാട്ടറിന്റെ പമ്പ് ഹൗസ് എല്ലാം ഉണ്ട്. വാട്ടർ അതോറിറ്റി ഓഫീസാണ് അവിടെ. അവിടെ ഇപ്പൊ ഈ അടൽ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ. ആ അടൽ മിഷൻ കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ പപ്പാതിയാണ് നമ്മുടെ സംസ്ഥാനവും വരുവാണ്.
അതിലൊരു വലിയ ടാങ്ക് പണിതിട്ടുണ്ട് ഇപ്പൊ. ഉം. ഇപ്പൊ ആ ടാങ്ക് പണിയുമ്പോ നമ്മുടെ ഇവിടുത്തെ വെള്ളപ്രശ്നം തീരുമെന്നാണ് നമ്മൾ ഓർത്തേക്കുന്നത്. പക്ഷെ ആ ടാങ്കും പണിത് അതിന് എന്നിട്ട് എല്ലാം ഇതിനൊരു കഴിഞ്ഞിട്ടും പരിഹാരമില്ല. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴും തോണിയപ്പുറത്ത് കൂടുതലും തന്നെ. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവോ ധാരണയോ ഇല്ല. അത് തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം. കാരണം ജനങ്ങൾക്ക് ഇത് എന്ത് ചെന്ന് പറയണം, ഇതെങ്ങനെ പറയണം, അതാണ്. വെള്ളം വേണം വെള്ളം വേണം എന്ന് അതിനോട് മാത്രമേ ഞാൻ പറയാൻ വളരെ യോജിക്കുന്ന സാധിക്കുന്നുള്ളൂ. ഒരു കാര്യമാണ്. ആളുകൾക്ക് പല കാര്യങ്ങളെ കുറിച്ചും വലിയ ധാരണയില്ല. ധാരണയില്ല. അപ്പം മീഡിയ ആണെങ്കിൽ ഇതെല്ലാം വളരെ മീഡിയക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മുടെ മീഡിയ, സോഷ്യൽ മീഡിയ, രണ്ട് മീഡിയയും ആളുകൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്യാൻ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളാണ്. എന്തുമാത്രം ചർച്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ വികസനവുമായി, വികസനം എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു തെറ്റായ പദമാണത്. പുരോഗതി എന്നുള്ള വരണം. ഐക്യരാഷ്ട്ര